ശ്രീ എ കെ ഷാനിബ്, ശരിയാണ്. ഇപ്പോൾ കെ സുധാകരൻ്റെ ശൈലികളുടെ കാര്യത്തിൽ ഒരു ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള ശൈലികളുണ്ട്, ശരിയാണ്. പക്ഷേ അദ്ദേഹം പല ഘട്ടങ്ങളിലും സെമി കേഡറാക്കാൻ ശ്രമിച്ചു. ഇതിനെയൊക്കെ നിന്ന് പൊളിച്ചത് ആരാണ്? ഈ ഘട്ടത്തിൽ വളരെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം, സുധാകരനെ മാറ്റാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരു പട നീക്കവുമായി അത് വി ഡി സതീശൻ്റെ കുബുദ്ധിയാണ്, വി ഡി സതീശൻ്റെ നീക്കമാണ് എന്ന അർത്ഥത്തിൽ കോൺഗ്രസ്സിലെ ഒരു വലിയ പട തന്നെ സുധാകരനോടൊപ്പം ചേർന്നു. സുധാകരനോട് വിയോജിപ്പുള്ളവർ പലരും. പക്ഷേ ഈ ഘട്ടത്തിൽ കെ മുരളീധരൻ മാത്രമാണ് പരസ്യമായി ഇതിനെ വിമർശിക്കാൻ തയ്യാറായത്. ചെന്നിത്തല അല്ലെങ്കിൽ ഈ പറയുന്ന എ കെ ആൻ്റണി ഏത് തരത്തിലുള്ള റോളാണ് അവിടെ എടുക്കുന്നതെന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. ശശി തരൂർ അടക്കമുള്ള ആരും പരസ്യമായി ഈ വിഷയത്തിലൊരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. അത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ എ കെ ഷാനിബ്? അല്ല, ഈ പാർട്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിനകത്ത് അത് തന്നെ ആവർത്തിക്കേണ്ടി വരികയാണ്. കാരണം ഇപ്പോ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ വെച്ചു. ഇങ്ങനെ ഈ തലകൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് ഇവർ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പല നേതാക്കളും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ആദ്യം മാറ്റുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ വരും, പിന്നെ അത് മാറ്റാൻ പാടില്ല എന്ന് വരും. മാറ്റിയാൽ ഞാൻ കാണിച്ചു തരാം, എന്നെ തൊഴാൻ പറ്റില്ല എന്ന് KPCC പ്രസിഡന്റ് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ ഒരു പാർട്ടി, ഏത് പാർട്ടിയിലാണ് ഇങ്ങനെ നിരന്തരം KPCC പ്രസിഡന്റിനെ ഇപ്പൊ മാറ്റും എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ ഉറച്ച് ഇരിക്കാൻ പോലും കഴിയാത്ത വിധം അദ്ദേഹത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പാർട്ടിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ അത് വ്യക്തികളുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, കെ സുധാകരൻ ഒരു സെക്യുലർ അല്ല എന്ന നിലയിൽ ഒരു അഭിപ്രായം ഇവിടെ സൂചിപ്പിച്ചു. ആരാണ് പിന്നെ സെക്യുലർ എന്ന് പറയുന്നത്? ഗോൾവൾക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന വി ഡി സതീശനെയാണോ നമ്മൾ സെക്യുലർ എന്ന് വിളിക്കുന്നത്? ഇതിനകത്ത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു മുൻപ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരാണ് ആ രണ്ട് ധ്രുവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. അവനവന് അധികാരത്തിലെത്താൻ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകണം, വി ഡി സതീശന് മുഖ്യമന്ത്രിയാകണം, കെ സുധാകരന് മുഖ്യമന്ത്രിയാകണം, കെ മുരളീധരന് മുഖ്യമന്ത്രിയാകണം. ഇങ്ങനെ ഒരു പിടി മുഖ്യമന്ത്രിമാരാണ് ഇപ്പൊ കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഒരാളെ ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാൻ ഒരു ശ്രമം നടക്കുമ്പോൾ മാറ്റിക്കോട്ടെ, ഇപ്പോ ബാക്കിയുള്ള എല്ലാവരും അപ്പൊ ആ കാര്യത്തിന് ഒരുമിച്ച് നിൽക്കും. ഒരു ശല്യം, ഒരാൾ ഒഴിഞ്ഞു കിട്ടും എന്നാണ്. അടുത്തത് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാറ്റം വരാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവിനെതിരെയാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടാകും. അപ്പോൾ ഈ ആളുകളൊക്കെ കൂടി പിന്നെ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു തത്വദീക്ഷയും ഇല്ലാതെ, ഒരു ആശയപരമായ അടിത്തറയും ഇല്ലാതെ, അധികാരം എന്ന ഒരു കാര്യത്തിന് പുറത്തേക്ക് മാത്രം, അതിന് പുറകെ മാത്രം സഞ്ചരിക്കുന്ന, അതിന് ഏത് പ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗമായി ആ പാർട്ടി മാറുന്നു എന്നുള്ളതാണ്. അവർക്കൊരു ആശയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനമില്ല. സമരങ്ങൾ പോലും ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ല. എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയാൻ കോൺഗ്രസിൽ പുതുതായി കടന്നു വരേണ്ട ചെറുപ്പക്കാർ, KSUവിന്റെ പ്രവർത്തകർ, യൂത്ത് പ്രവർത്തകരോടൊക്കെ എന്ത് രാഷ്ട്രീയമാണ് പറയാനുള്ളത് എന്നുള്ളതാണ്. കേവലം റീൽസും കേവലം മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന കസർത്തുകളുമല്ലാതെ ഒരു യഥാർത്ഥ രാഷ്ട്രീയം പറയാനില്ലാതെ ഒരു വ്യക്തിയെ മാറ്റിയാൽ ഈ പ്രശ്നമൊക്കെ തീരും. തന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന ഒരാൾ താൻ രോഗിയല്ല എന്നൊക്കെ കെ സുധാകരനെ പറയേണ്ടി വരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ശ്രീ എബ്രഹാം മാത്യു നിരീക്ഷിച്ചതുപോലെ ഈ അസുഖമുണ്ട് എന്നറിഞ്ഞപ്പം ബോഡി ബിൽഡിങ്ങിൻ്റെ പടവിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് KPCC പ്രസിഡന്റ്. മുമ്പുള്ള KPCC പ്രസിഡന്റ് രീതിയുള്ള കാര്യമല്ല. ഇവിടെ നോക്കൂ, അതാരാണ് മൂലക്കിരുത്താൻ ശ്രമിക്കുന്ന നേതാവ്? ഇവിടെ KC വേണുഗോപാലിൻ്റെ റോൾ എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ? കാരണം KC വേണുഗോപാൽ ഈ മത നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നതും വാർത്തകൾ വരുന്നതും. മാത്രമല്ല ഈ സാമുദായിക നേതാക്കന്മാരൊക്കെ അതിനെതിരായി രംഗത്ത് വരുന്നു എന്നും കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ പക്ഷേ KC വേണുഗോപാലാണ് ഇപ്പോൾ കെ സുധാകരന് ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഒരു കരുത്തായി താങ്ങായി നിൽക്കുന്നതെന്നും കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യമുണ്ട്. എന്താണ് KC വേണുഗോപാലിൻ്റെ റോൾ? ഒന്ന് കല്ലും കടിയും തീർത്താൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പൂർണ്ണമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ട് എന്നുള്ളത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ആ സംഘർഷം പരമാവധി പാരമ്യത്തിലെത്തിക്കുക, പരമാവധി സംഘർഷം ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വരാം എന്ന സ്വപ്നമാണ് KC വേണുഗോപാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ആ സ്വപ്നം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന്
ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് അധികാരമായിട്ടില്ലാത്ത 71 സീറ്റ് വേണ്ടേ? അല്ല, അതെ, അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതൊക്കെയാണ്. പക്ഷെ ഞാൻ പറയാം, അതാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചേർക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ശ്രദ്ധയില്ല. ഇതൊക്കെ ഞാൻ കോൺഗ്രസിനകത്ത് നിന്ന് പറയേണ്ട കാര്യമാണ്. ഞാൻ എന്തിനാണ് അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ജയിക്കണമെന്നും സീറ്റ് കിട്ടണമെന്നും അങ്ങനെ അധികാരത്തിൽ വരുമ്പോ തീരുമാനിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ബാക്കി താഴെ തട്ടിലുള്ള ഒരു പണിയും എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവർ വിചാരിക്കുന്നത് എന്താണ്, അധികാരത്തിൽ വരും, ഈ പറയുന്ന ഗോൾവൽക്കറുടെ ഫോട്ടോ മുമ്പിലൊക്കെ കൈകൂപ്പി നിന്നാൽ ഈ പാലക്കാട് ജമാഅത്തെ ഇസ്ലാമിയും RSSും സുഡാപ്പി SDPIയും ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരാൻ കഴിയുമെന്നൊക്കെ സ്വപ്നം അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കാൻ വേണ്ടി ഇവർ കാണിച്ചു കൂട്ടിയ കോപ്രായം എന്താണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ഈ നാടിന്റെ ഭരണം ഏൽപ്പിക്കാൻ കഴിയും എന്ന് ജനങ്ങൾ കരുതുമെന്നാണോ? നമ്മൾ അതിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ, ഞാൻ ആളുകളുടെ പേര് പറയുന്നില്ല, കുറെ ആളുകൾ അവിടെ തല്ലും പിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മുന്നിലേക്ക് കയറുന്നു, മറ്റാൾ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ഒരു വിധം മുന്നിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോൾ വേറെ എവിടെ നിന്നും ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നു, അവിടെ കൊണ്ടു നിർത്തുന്നു. എന്നതിൽ മുഴുവൻ വീഡിയോ കണ്ടപ്പോ ഒരു സൈഡിൽ ഒരു വിഭാഗം ആളുകൾ തല്ലുകൂടുന്നു, മറ്റൊരു സൈഡിൽ അതേ തല്ലുകൂട്ടം കുറെ നേതാക്കന്മാർ വേറെ നേതാക്കൾ നടത്തുന്നു. ഇങ്ങനെ ഒരു നാട മുറിക്കാൻ, ഉദ്ഘാടനത്തിന്റെ നാട മുറിക്കാൻ, പരസ്പരം തല്ലുകൂടുന്ന നേതാക്കളുടെ കയ്യിൽ ഈ നാടിന്റെ ഭരണം വെച്ചു കൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാകും എന്നാണോ ഇവർ കരുതുന്നത് എന്ന് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ എങ്ങനെയാണ് ഒരു നാടിന്റെ ജനങ്ങളുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി മുച്ചൂടും, ആ പാർട്ടി അധികാര മോഹത്തിന്റെയും അവനവനിസത്തിന്റെയും ഒക്കെ ഒരു നിലയിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ. കെ മുരളീധരൻ പറഞ്ഞു, ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരാളെയെങ്കിലും വെക്കണേ എന്ന് പറയുകയാണ്. ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ആളുകളെ നയിക്കാൻ കഴിയുന്ന, രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളില്ലാത്ത ഒരു പാർട്ടിയായി, ഒരാൾക്കൂട്ടമായി, ആരും നയിക്കാൻ കഴിയാത്ത ഒരു ആട്ടിൻ പറ്റത്തെ പോലെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ KPCC പ്രസിഡന്റ് ആയിട്ട് പോലും ഡൽഹിയിൽ നിന്ന് ആളുകളെ കൊണ്ട് വന്ന് ഇവിടെ നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പാർട്ടി, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നു എന്നതിൽ വലിയ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഈ അവസ്ഥയിൽ ആ പാർട്ടിയെ കാണുന്നതിൽ യഥാർത്ഥത്തിൽ എനിക്ക് നിരാശ തന്നെയാണുള്ളത്. ആ പാർട്ടി എന്നെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ പാർട്ടിക്കെതിരെയുള്ള കാര്യകാരണ സഹിതം ഓരോ ഉദാഹരണങ്ങൾ സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നിലപാട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ പുറത്താക്കപ്പെട്ടതാണ്. മുങ്ങുന്ന കപ്പലിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കിയതിനോട് അവരോടുള്ള നന്ദി പറയാൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ പാർട്ടി ഇങ്ങനെ പരസ്പരം പാരവെക്കുന്ന, ഗ്രൂപ്പ് കളിക്കുന്ന, ഇങ്ങനെ പരസ്പരം അയാൾക്ക് അസുഖമാണ്, മറവിയാണ് എന്ന് അടക്കം പറയുന്ന, സ്വകാര്യം പറയുന്ന, വാട്സപ്പിൽ അത് സന്ദേശം അയക്കുന്ന, അത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന കുറെ ആളുകളായിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങ് ചോദിച്ചത് KC വേണുഗോപാലിന്റെ റോൾ എന്താണ് എന്നാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സമവായം ഉണ്ടാക്കാൻ ഒരു നേതാവ് അവിടെ നിന്ന് ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെടും. ആ നേതാവിന്റെ പേരാണ് KC വേണുഗോപാൽ എന്ന് നിങ്ങൾ കരുതിക്കൊള്ളണം എന്ന നിലയിൽ ഈ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് വന്ന് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ ഒരു മാറ്റത്തെ കുറിച്ചുള്ള ചർച്ചയെ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റുന്നുണ്ട്, അതിന്റെ സമയം മാറ്റും എന്നാണല്ലോ പറയേണ്ടത്. K. സുധാകരൻ പറയുന്നത് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല, മാറണം എന്ന കാര്യത്തെ കുറിച്ച് ഒരു ചർച്ചയെ നടന്നിട്ടില്ല എന്നാണ്. അങ്ങനെയാണ് ഹൈക്കമാൻഡ് വന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ആ കാര്യം ആലോചിക്കൂ എന്ന് പറയാതെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകണം എന്നാഗ്രഹിക്കുന്ന ഒരു അദൃശ്യ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ KC വേണുഗോപാൽ അവിടെ നിൽക്കുന്നു. എന്നാൽ മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റും എന്ന നിലയിൽ, മാറ്റണം എന്ന വാശിയിൽ VD സതീശൻ നിൽക്കുന്നു. ഇങ്ങനെ ഈ രീതിയിൽ ആരാണ് നയിക്കേണ്ടത് എന്ന നിലയിൽ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നാഥനില്ലാത്ത പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു.